السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കരുണക്കടലായ പടച്ചുറപ്പ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം പോലും മുടങ്ങാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം നാം ഒരുപാട് അമലുകൾ ചെയ്തു. അൽഹംദുലില്ലാ, പള്ളിയിൽ നേരത്തെ പോയി സൂറത്തുൽ കഹഫ് ഓതി, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു, പാപങ്ങൾക്ക് വേണ്ടി ദാനം കൊടുത്തു. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, വെള്ളിയാഴ്ച നോമ്പ് തുറക്കാനുള്ള സമയത്തിന്റെ മുന്നോടിയായി തയ്യാറെടുപ്പുകളിലാണ് ഞാനും നിങ്ങളും. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മുറുക്കലിന്റെ മാസമാണല്ലോ, അവ്വലുഹു റഹ്മ ഔസതുഹു മഗ്ഫിറ, പാപമോചനത്തിന്റെ 10 ദിനങ്ങളിലേക്ക് നാം കടന്നു. ഇത് പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള 10 ദിവസങ്ങളാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും കരുണക്കടലായ പടച്ചുറപ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ അനുസരിക്കുക. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും നിങ്ങൾ പിൻപറ്റുക എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ ജീവിതത്തിൽ പുലർത്താൻ അനുയായികളോട് കൽപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, പ്രവാചകന്റെ ജീവിതം നിങ്ങൾ എടുത്തു നോക്ക്, എന്തിനും മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയില്ലാത്ത ഒരൊറ്റ വിഷയവുമില്ല. എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരു ഭരണാധികാരി എങ്ങനെയാകണം, എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്ന് പ്രവാചകൻ ഈ ലോകം മുഴുവനും ലോകം മുഴുവനും പരിപാലിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഭരണാധികാരി എങ്ങനാകണം, ആ ഭരണാധികാരിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, എന്തെല്ലാം ഗുണങ്ങൾ വേണം, എന്തെല്ലാം ഗുണങ്ങൾ പാടില്ല, ഒരു രാജ്യം ഭരിക്കേണ്ടത് എങ്ങനാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബം ഭരിക്കേണ്ടത് എങ്ങനാ, എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നോക്ക്, എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഇരുന്ന് കഴിക്കണം, എവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങണം, എന്തൊക്കെ പറയണം, എന്തു പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരു ഭക്ഷണം കഴിക്കും, ഒന്ന് ടോയ്ലറ്റിൽ കയറുമ്പോൾ, ഒന്ന് ബാത്റൂമിൽ കയറുമ്പോൾ നീ എന്തോ പറഞ്ഞുകൊണ്ട് കയറണം, ഏത് കാല് വെച്ച് കയറണം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല, ആ ബാത്റൂമിന്റെ അകത്ത് ഏത് കാലിനെ നീ ആശ്രയിച്ചിരിക്കണം, അതിനകത്ത് എന്തൊക്കെ പറയാൻ പാടില്ല, അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏത് കാല് വെച്ച് ഇറങ്ങി വരണം. ഒരു ബാത്റൂമിന്റെ അകത്ത് കയറുന്ന വിഷയം പോലും, ഒന്ന് ഭക്ഷണം കഴിക്കേണ്ട വിഷയം പോലും, എന്തിന് കിടപ്പറയിൽ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അവിടെ പറയേണ്ട അദബുകൾ, ദുആകൾ വരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്റെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പിൻപറ്റാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് ചെയ്യാൻ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാ. വാക്കിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും നടപ്പിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. സ്വഹാബികൾ അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് വാശിയായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു, അവരുടെ മത്സരമായിരുന്നു ഏത് കാര്യവും പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ. എത്രയോ ചരിത്രങ്ങൾ സ്വഹാബികൾ പടച്ചവനെ ഒരു സ്ഥലത്തെത്തുമ്പോ സ്വഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു പടവയുടെ ചരിത്രം പറയുകയാ, അവിടെ നിന്ന് തല താഴ്ത്തുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഒരു സ്ഥലത്ത് എന്നപ്പോൾ ഒരു മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു സ്ഥലത്ത് എന്നപ്പോൾ തല താഴ്ത്തുന്നു, അവിടെ നിന്ന് താഴ്ത്തി നടന്നുപോയി. കൂടെ പോകുന്ന സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ തല താഴ്ത്തിയത്? ആ സമയത്ത് പറഞ്ഞു, ഒരിക്കലും ഞാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എതിരെ നടന്നു വരുമ്പോ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പ്രവാചകൻ അവിടെ വന്നപ്പോ തല കുനിച്ചിട്ടാണ് നടന്നുപോയത്. സ്വഹാബത്ത് ചോദിച്ചു, ഇപ്പൊ അവിടെ മരമില്ലല്ലോ. എങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുസുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പ്രവാചകന്റെ സുന്നത്തുകൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുറുകെ പിടിക്കുന്നത്? ആയിരക്കണക്കിന്, കോടിക്കണക്കിന്, ലക്ഷക്കണക്കിനുണ്ട്. പക്ഷേ ഒരെണ്ണമെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമുള്ള സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത് പറയാൻ എന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പിൻപറ്റുവാൻ അവിടെ നിന്ന് കൽപ്പിക്കുന്നു. നിങ്ങൾ എന്റെ ചര്യ പിന്തുടരുക, എന്നാൽ എന്നും എന്റെ ചര്യ നിങ്ങൾ പിൻപറ്റുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്നാണോ എന്റെ ചര്യ നിങ്ങൾ അവഗണിക്കുന്നത്, എങ്കിൽ എന്നെ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ലോകത്തിന്റെ മുന്നിൽ എല്ലാവരുടെ മുന്നിലും ഈ ഉമ്മത്ത് നാണം കെട്ടുപോകാനുള്ള കാര്യം? വരുന്നവരും പോകുന്നവരും ഇസ്ലാമിനെ കുറ്റം പറയുന്നു, കളിയാക്കുന്നു, പരിഹസിക്കുന്നു. ഒരു ഇസ്സത്തുമില്ലാതെ ഈ ഉമ്മത്ത് ഇങ്ങനെ ആയി പോകാനുള്ള കാരണം നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കാതെ വന്നതുകൊണ്ടാണ് നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയത്. വരുന്നവനും പോകുന്നവനും റോഡിൽ പോകുന്നവനും ഈ ഉമ്മത്തിന്റെ മുകളിലേക്ക് കയറാനുള്ള കാരണം, നമ്മളുടെ നെഞ്ചത്ത് കയറാനുള്ള കാരണം എന്തുകൊണ്ട്? നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോകാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തിന്നുന്ന ഭക്ഷണത്തിൽ പോലും ഹലാല് ഹറാമിന്റെ വിഷയങ്ങൾ പോലും എല്ലാ കാര്യങ്ങളും ജിഹാദ് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മത്തിന്റെ നെഞ്ചത്ത് കയറാൻ, ഇസ്ലാമിനെ നാണം കെടുത്താൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ വരാനുള്ള കാരണം നമ്മുടെ തന്നെയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളില്ല. നമ്മുടെ സുന്നത്ത് എന്ന് കൈവിടുന്നോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, എന്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്ക് എന്ന് നിങ്ങൾ ഉപേക്ഷിക്കുന്നോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവർ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയ്ക്ക് വിപരീതമായി, വിരുദ്ധമായി ജനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ കോപിച്ചിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ കോപിച്ചതായി ചരിത്രത്തിൽ കാണാം. എന്റെ പ്രിയപ്പെട്ടവരെ, عائشة رضي الله تعالى عنها قالت قال رسول الله صلى الله عليه وسلم إذا أمرهم رسول الله صلى الله عليه وسلم തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പ്രവാചകൻ ജനങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ കൽപ്പിക്കൂ. പ്രവാചകന്റെ ഏറ്റവും വലിയ ഗുണം തന്നെ അത് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എന്തെങ്കിലും കൽപ്പിക്കുകയാണെങ്കിൽ, അവിടെ എന്തെങ്കിലും കൽപ്പിച്ചാൽ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ പറയാറുള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന കാര്യങ്ങൾ പറയാറില്ല, ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ തന്റെ അനുയായികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില ആളുകൾ പറയും, റസൂലുള്ളാഹി തങ്ങൾ ഇത്രയും എളുപ്പമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ചില ആളുകൾ പറയും, ഞങ്ങൾ നിങ്ങളെ പോലെയല്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാം, അന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന്. താടി വളർത്തുന്നതിനെ കുറിച്ച്, നല്ല വസ്ത്രം തൊള്ള വസ്ത്രം ധരിക്കണം, നിങ്ങൾ മുടി ഇങ്ങനെ വെട്ടാൻ പാടില്ല, ഇതൊക്കെ കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവരുമുണ്ട്, നിസാരമാക്കുന്നവരുമുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, എളുപ്പമുള്ളത് മാത്രമേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ ചിലർ ചോദിക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ പോലെയല്ലല്ലോ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു നിന്നിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാമല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ കേട്ട ഉടനെ പ്രവാചകന്റെ മുഖമൊക്കെ ചുമന്നു തൊടുക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാതെ കോപമുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് കോപം വന്നതിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആ പറഞ്ഞവരോട്, നബിയോട് പറഞ്ഞവരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും കൂടുതലായി സൂക്ഷിക്കുന്നവനും അവനെ നന്നായി അറിയുന്നവനും ഞാനാണ്, നിങ്ങൾ മറന്നു പോകരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ വെച്ച് ജനങ്ങളിൽ വെച്ച് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഞാനാണ്.
എന്നെ അള്ളാഹുവിനെ നല്ലതുപോലെ അറിയുന്ന ആളും ഞാൻ തന്നെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹും അവന്റെ പ്രവാചകനും എന്ത് പറഞ്ഞോ എന്ത് കാണിച്ചു തന്നോ അതിനൊരു മാതൃകയുണ്ടെന്ന് മനസ്സിലാക്കി നാം അത് പിൻപറ്റാൻ തയ്യാറാകണം. അല്ലാതെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെ ഇൽമ പഠിക്കുമ്പോ ദീൻ പഠിക്കുമ്പോ നമുക്ക് പലതൊക്കെ അങ്ങനെ തോന്നും. എന്റെ പ്രിയപ്പെട്ടവർ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഇസ്ലാമിന്റെ നിയമം മാറ്റാനുള്ളതല്ല. നിന്റെ ബുദ്ധി നിനക്ക് യുക്തിയും നിന്റെ ബുദ്ധിയും നോക്കിയിട്ടുമല്ല ഇതൊന്നും ചെയ്യേണ്ടത്. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും തറാഹും റുക്അൻ സുജദ. മലക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ കുറിച്ചു. അവരങ്ങനെ ആയിരുന്നു. എന്ത് കേൾക്കുന്നോ അള്ളാഹുവിന്റെ റസൂൽ എന്തോ പറയുന്നു, അള്ളാഹുവിന്റെ ഖുർആൻ എന്തോ പറയുന്നു, അത് ചെയ്യാൻ തയ്യാറായവർ ഒരു പിന്നോട്ടില്ലായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് കാണിച്ചോ അത് പിൻപറ്റുകയും ചെയ്യുകയും ചെയ്തവരാ. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്നെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ഇതാണ് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആര് എന്റെ ജീവിതം പിൻപറ്റിയിട്ട് അനുസരിക്കുന്നുണ്ടോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. എന്നെ ആര് ധിക്കരിച്ചവനുണ്ടോ അവൻ അള്ളാഹുവിനെയും ധിക്കരിച്ചു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ആര് പിൻപറ്റുന്നുണ്ടോ അവൻ അള്ളാഹുവിനെ പിൻപറ്റിയവനെ പോലെയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ആര് വലിച്ചെറിയുന്നുണ്ടോ, ആ സുന്നത്ത് ആര് കളയുന്നുണ്ടോ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പാലിച്ച് ജീവിക്കുവാൻ, ക്ഷമയോടുകൂടി ജീവിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശീലിപ്പിക്കുക. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമുക്ക് ശീലിപ്പിക്കാൻ കഴിയണം. മുൻഗാമികൾ നിലനിന്നിടത്ത് തന്നെ നിലകൊള്ളണം. മുൻഗാമികൾ അവർ ന്യൂനപക്ഷമായിരുന്നെങ്കിലും അന്ന് അവരൊക്കെ വിജയിക്കുവാനും എല്ലാവരുടെ മുന്നിൽ ഇസ്സത്ത് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചതുകൊണ്ട് ഇസ്സത്ത് ഉണ്ടായിരുന്നു. അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മുൻഗാമികൾ നിലനിന്നിടത്ത് അവർ പറഞ്ഞത് പറയ്, അവർ ഉപേക്ഷിച്ചത് നമ്മളും ഉപേക്ഷിക്ക്. നിങ്ങൾ ഭയപ്പെടണ്ട, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. എല്ലാവരും നിന്നെ ഭയപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുമ്പോൾ ഒരുത്തരെയും ഏത് ശക്തിയെയും, എത്ര വലിയ ആൾബലമുള്ളവനാകട്ടെ, അധികാരമുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, അവന്റെ മുന്നിൽ നീ ഭയപ്പെടണ്ട. നിന്നെ അവൻ ഭയപ്പെടും. താടി വെച്ചവൻ, തലപ്പാവ് ധരിച്ചവൻ, തൊപ്പിയിട്ടവൻ, ഇസ്ലാമിന്റെ വേഷത്തിൽ നടക്കുന്നവൻ, അള്ളാഹുവിന്റെ ദീനിനെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവൻ, അവൻ ഒരിക്കലും ഭയപ്പെടണ്ട. അവർ എത്ര ആൾബലമുള്ളവനാണെങ്കിലും നിന്നെ ഭയപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ എത്രയോ ചരിത്രങ്ങൾ നമ്മുടെ വാഴുകളിലൂടെ ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നതിലൂടെ അല്ലാഹു നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് റിസ്ക് തരും. അല്ലാഹു തരും നിനക്ക് ഭക്ഷണം. നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ഭാര്യയെ കുറിച്ച്, നിന്റെ പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട റബ്ബ് തരും നിനക്ക് ഭക്ഷണം. അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലുപരിയായി നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു പോകുമ്പോൾ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോകുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും നിന്റെ കയ്യിൽ പിടിക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വജബതു ലഹു ശഫാഅത്തി. എന്റെ സുന്നത്ത് ആര് പിൻപറ്റുന്നുണ്ടോ, എന്റെ സുന്നത്ത് ആര് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നുണ്ടോ അവനെ ഞാൻ കൊണ്ടുപോകും സ്വർഗത്തിൽ. അവന് എന്റെ ശഫാഅത്ത് ഉണ്ടെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മുത്തുനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. നാളെ ഉമ്മയും വാപ്പയും ഭാര്യയും മക്കളും കൂടപ്പുറപ്പും കുടുംബക്കാരും ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂൽ എല്ലാ പ്രവാചകന്മാരും കൈയൊഴിഞ്ഞ് നഫ്സി നഫ്സി എന്ന് നിലവിളിക്കുന്ന ദിവസം എല്ലാവരും സ്വന്തം ശപിക്കുകയാണ്. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പരലോകത്ത് കിടന്ന് നിലവിളിക്കുന്ന ദിവസം, ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് ആരാരും സഹായിക്കാറില്ലാത്ത ദിവസം. എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഒരു അവസരം തരുമെങ്കിൽ
മുത്തുനബി നമ്മളെ മറക്കാതെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ കഴിയണം. എല്ലാ കാര്യങ്ങളിലും അൽഹംദുലില്ലാഹ് എല്ലാ കാര്യങ്ങളിലും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നാളെ ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൗദുൽ കൗസർ ഒന്ന് കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കാറില്ല. ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകൊണ്ട് എനിക്കും നിങ്ങൾക്കും കോരി കുടിക്കാൻ തരുന്ന ഒരു രംഗത്തെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, അതിനെക്കാളും എന്ത് ഭാഗ്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സുന്നത്തുകൾക്ക് വിപരീതം പ്രവർത്തിക്കുമ്പോൾ പ്രവാചകൻ കോപിച്ചതായി ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സുന്നത്തുകൾ പാഴാക്കുന്നവർ ബിദ്അത്തുകൾ കൊണ്ട് അല്ലാഹു അവരെ പരീക്ഷിക്കപ്പെടുമെന്ന എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ സുന്നത്തല്ലേ. നമുക്കിന്ന് അങ്ങനെ അതൊക്കെ നിസ്സാരമായിട്ട് കാണുക. സുന്നത്തല്ലേ തടി വളർത്തുക, എന്റെ പ്രിയപ്പെട്ടവരെ മീശ വെട്ടുക, ഇതൊക്കെ പറയുമ്പോ തൊപ്പി ധരിക്കുക, നല്ല വെള്ളവസ്ത്രം ധരിക്കുക, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ സുന്നത്തല്ലേ, ഇതിപ്പോ ചെയ്തില്ല എന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലൊന്നും ഇടില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിഭാഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ആ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ സഹായിക്കും. നമുക്ക് ഇസ്സത്ത് ഉണ്ടാകും, നമുക്ക് അഭിമാനം ഉണ്ടാകും. റിസ്ക് പടച്ചവന്തനും ശത്രുക്കളെ ശത്രുക്കള് നമ്മളെ അവർക്ക് പേടിയായി കൊടുക്കും. അവരുടെ ഹൃദയത്തിൽ എല്ലാവർക്കും നമ്മളെ പേടിയാകും. റബ്ബ് നമ്മളെ സഹായിക്കും. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കിട്ടും. ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം കിട്ടും. നാളെ പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരായി നാളെ സ്വഹാബത്തിന്റെ താബീങ്ങളുടെ സുഹദാക്കളുടെ കൂടെ നമുക്ക് കടന്നു പോകാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നാം കടക്കണം എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം അൽഹംദുലില്ലാഹ് അത് ഹയാത്താക്കാൻ തീരുമാനിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും, അന്നെന്റെ സുന്നത്തുകൾ നിങ്ങൾ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവർക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ശുഹദാക്കൾ ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാക്കൾ, ആ ശുഹദാക്കൾക്ക് കിട്ടുന്ന 100 ശുഹദാക്കളുടെ പ്രതിഫലമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കിട്ടുന്നത്. അത്രയും വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അവിടുത്തെ ജീവിതം നമുക്ക് ഹയാത്താക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ പാപമോചനത്തിന്റെ നാളുകളിലേക്ക് നാം കടന്നുവിടുന്നു. പാഴാക്കരുത്. 10 ദിവസം പശ്ചാത്താപത്തിൻ്റെതാണ്. ജീവിതത്തിൽ ചെയ്തത് അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ചെയ്ത ഈ മുഴുവൻ പാപങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ അല്ലാഹു തന്നിരിക്കുന്ന അവസരം. രക്ഷപ്പെട്ടുകൊള്ളണം എല്ലാവരും. ഞാനും നിങ്ങളും കരഞ്ഞു വിളിച്ച് പാപങ്ങൾ കഴുകി ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ ശുദ്ധീകരിക്കണം. ഹജറുൽ അസ്വദ് മുത്തിയിട്ട് വരുന്നവരെ പോലെ ശുദ്ധിയാകണം. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ പരിശ്രമിക്കും. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. കരുണക്കടലായ പടച്ചറബ്ബ് അല്ലാഹുവേ, രോഗികൾക്ക് നീ ശിഫാ നൽകണേ പടച്ചവനെ, ആഫിയത്ത് നൽകണേ പടച്ചവനെ, ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചറബ്ബേ, ഈമാനോട് കൂടിയുള്ള മരണം നൽകണേ തമ്പുരാനെ. ഒരുപാട് പേര് പടച്ചവനെ റബ്ബേ മാരക രോഗം പിടിച്ച്, ക്യാൻസർ പിടിച്ച്, ട്യൂമർ പിടിച്ച്, ഓപ്പറേഷൻ ചെയ്ത് വെന്റിലേറ്റർ വരെ കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ, അല്ലാഹുവേ എല്ലാവർക്കും നീ പരിപൂർണ്ണ ശിഫാ നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ വൈറസ് രോഗം വന്ന് പടച്ചവനെ വളരെ പ്രയാസത്തിൽ കഴിയുന്നവർ, രോഗം പിടിച്ചിട്ട് ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ, അല്ലാഹുവേ ടെസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നവർ, അല്ലാഹ് നീ കരുണ കാണിക്കണേ പടച്ചവനെ, നീ ദയ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റമദാൻ മാസം അല്ലാഹ് നീ ഞങ്ങളോട് കരുണ കാണിക്കൂ പടച്ചവനെ. പള്ളികളിൽ പോയി ഇബാദത്തുകൾ ചെയ്യുവാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് അറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു മരണം നൽകണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന 40 പേര് നല്ലത് പറയുന്ന ഒരു മരണം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഹക്കടപാടുകൾ തീർത്ത് ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് തമ്പുരാനെ.
അള്ളാഹുവിന്റെ ജോലി നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ, പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് മഗ്ഫിറത്തിന്റെ പത്താണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കുമാറാകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. السلام عليكم ورحمة الله تعالى وبركاته.